ഹായ് ഡിയേഴ്സ്, ഇത് കണ്ടില്ലേ, ഞാൻ നട്ടുപിടിപ്പിച്ച ഒരു കരിയേപ്പിൻ തൈ കേട്ടോ. ചെറിയൊരു തൈയായിരുന്നത്. ഇത് എത്ര പെട്ടെന്ന് അത് ഇത്ര വലുതായത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഇത്ര പെട്ടെന്ന് ഇത്ര വലുതാവുമെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളെ കരിയേപ്പിൻ തൈ തഴച്ച് വളരണ. ഞാനിതിന് എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് കോഴിമുട്ടയുടെ തോലാണ് കേട്ടോ ഇത് ചേർക്കേണ്ടത്. ഇത് നന്നായിട്ട് ഈ തോട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒരു കവറിലിട്ടിട്ട് ഇല്ലേ, കവറിലിട്ടിട്ട് ഈ തോട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. എനിക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിക്കില്ല. ഞാനിങ്ങനെയാണ് പൊടിച്ചത്. അപ്പോൾ ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടാണ് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളില്ലേ, ഇത് ഉള്ളിത്തോട് വേസ്റ്റും കൊണ്ടിലുള്ള രാത്രിയിലൊക്കെ എടുത്തേക്കണ വേസ്റ്റ് ഇട്ടത് എന്താണ്, ഉള്ളിത്തോട് പച്ചക്കറിൻ്റെ തോടൊക്കെയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് കോഴിമുട്ടൻ്റെ നമ്മൾ പൊടിച്ചെടുത്ത കോഴിമുട്ടല്ലേ ഇതിലേക്ക് ചേർത്ത് കോഴിമുട്ടൻ്റെ തോട് ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കരിവേപ്പിൻ മരത്തിന് ഇത് ചേർത്തെടുക്കാം കേട്ടോ. നമ്മളെ കരിവേപ്പിൻ തൈക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ചുറ്റുഭാഗം ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങളെ കരിവേപ്പിൻ മരം ഇതുപോലെ ആവണമെങ്കിൽ ഞാൻ ചെയ്തപോലെ ചെയ്തോളൂ കേട്ടോ. നല്ലോണം ഉണ്ടാവുള്ളൂ. ഈ ചേർക്കുന്നത് കഞ്ഞിവെള്ളം കേട്ടോ. രാത്രിയിൽ എടുത്ത് വെച്ച കഞ്ഞിവെള്ളമല്ലേ, ഇതാണ് കേട്ടോ ചേർക്കണത്. ഫുള്ള് അങ്ങോട്ട് വെച്ചെടുത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നും രാവിലെ നമ്മൾ രാത്രിയത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട, നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് വളരും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ. പിന്നെ ഇലക്കൊക്കെ പുഴു അടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് ഈ ഇലക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പുഴുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇല കേടാവില്ല. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കില്ലേ, അതും കൂടി ഒന്ന് അമർത്തിയാൽ കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ.